2026 2020 ലോകകപ്പ് പോരാട്ടങ്ങൾ സൂപ്പർ 8ലേക്ക് കടക്കുകയാണ്. ഇന്ത്യയുടെ ആദ്യ പോരാട്ടം ഞായറാഴ്ച സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെ മിന്നിച്ച ഇന്ത്യക്ക് സൂപ്പർ 8 എളുപ്പമാകില്ല. സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, വെസ്റ്റ് ഇൻഡീസ് വെല്ലുവിളികളെ ഇന്ത്യ മറികടക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച പോരാട്ടം ഇനിയുള്ള മത്സരങ്ങളിൽ ഇന്ത്യ പുറത്തെടുക്കേണ്ടി വരും. സൂപ്പർ 8ലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാന തലവേദന സൂപ്പർ ഓപ്പണറായ അഭിഷേക് ശർമ്മയാണ്. ആദ്യത്തെ 3 മത്സരത്തിലും ഡെക്കായ അഭിഷേകിനെ ശേഷിക്കുന്ന മത്സരത്തിൽ പിന്തുണയ്ക്കണോ എന്ന കാര്യം പ്രസക്തമായ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ചില മാറ്റങ്ങൾ ആരാധകർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. സഞ്ജു സാംസൺ പ്ലേയിങ് 11ലേക്ക് തിരിച്ചെത്തുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഇന്ത്യയുടെ പരിശീലകരെല്ലാം അഭിഷേകിനെയാണ് പിന്തുണച്ച് സംസാരിക്കുന്നത്. എന്നാൽ ഇപ്പോഴിതാ നെറ്റ്സിൽ പരിശീലനത്തിൽ ഇഷാൻ കിഷനൊപ്പം സഞ്ജു സാംസണാണ് എത്തിയത്. സഞ്ജു മികച്ച ഫോമിൽ നെറ്റ്സിൽ ബാറ്റ് ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത്. കൂടുതലും ബാറ്റിന്റെ മധ്യത്തിൽ പന്ത് കൊള്ളിക്കാനാണ് സഞ്ജു ശ്രമിച്ചത്. വലിയ ഷോട്ടുകൾ അധികം പരിശീലനം നടത്താതെ ഫുട് വർക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് സഞ്ജു ബാറ്റ് ചെയ്തതെന്നാണ് വിവരം. സഞ്ജുവിന്റെ സമീപകാലത്തെ മോശം ഫോമിന് കാരണം ഫുട് വർക്കിലെ പിഴവാണെന്ന ആരോപണം ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സഞ്ജു ഫുട് വർക്കിൽ വലിയ മാറ്റങ്ങൾക്ക് ശ്രമിക്കാതെ മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചത്. സഞ്ജു സാംസൺ പൊതുവെ അധിക ഫുട് വർക്ക് നടത്താതെ തൻ്റെ കൈക്കരുത്തിൽ വിശ്വസിച്ച് ഷോട്ട് കളിക്കുന്ന താരമാണ്. എന്നാൽ ഇതിൽ മാറ്റം വരുത്താൻ സഞ്ജു ശ്രമിച്ചത് താരത്തിൻ്റെ താളം നഷ്ടപ്പെടുത്തിയെന്നാണ് പറയാൻ. ഇപ്പോൾ ഇഷാൻ കിഷനൊപ്പം സഞ്ജു നെറ്റ്സിൽ ബാറ്റ് ചെയ്തതോടെ സഞ്ജു ഓപ്പണിംഗിലേക്ക് തിരിച്ചെത്തിയേക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ. സഞ്ജുവും ഇഷാനും ഏറെ നേരം നെറ്റ്സിൽ ഒരുമിച്ച് ബാറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകെട്ട് സൂപ്പർ 8ൽ ഓപ്പണിംഗിലേക്ക് എത്തുമോ എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ ടോപ്പ് 3യിൽ ഇടംകയ്യന്മാരായത് എതിരാളികൾ മുതലാക്കുന്നുണ്ട്. ഇതിന് പരിഹാരം കാണാൻ സഞ്ജു ടോപ്പ് 3യിലേക്ക് എത്തേണ്ടത് അത്യാവശ്യമാണെന്ന് പറയാം. സഞ്ജുവിൻ്റെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ കണക്കുകൾ ഗംഭീരമാണ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അവരുടെ തട്ടകത്തിൽ 2 സെഞ്ചുറി പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ് സഞ്ജു. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കൂടുതൽ വിശ്വാസം അർപ്പിക്കാൻ സാധ്യത ഏറെയാണ്. എന്നാൽ സഞ്ജുവിനെ കളിപ്പിക്കുമ്പോൾ അഭിഷേക് ശർമ്മയെ പുറത്തിരുത്തുന്നതോ അതോ 3ാം നമ്പറിൽ കളിക്കുന്ന തിലക് വർമ്മയെ പുറത്തിരുത്തുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. തിലകിന്റെ മോശം പ്രകടനശേഷി വലിയ ചർച്ചാ വിഷയമാണ്. ഈ സാഹചര്യത്തിൽ തിലകനെ ഇന്ത്യ പുറത്തിരുത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചാലും തെറ്റു പറയാനാകില്ല. സഞ്ജു നമീബിയക്കെതിരായ മത്സരത്തിലൂടെ 2020 ലോകകപ്പിലെ അരങ്ങേറ്റം നടത്തിയിരുന്നു. ഈ മത്സരത്തിൽ വലിയ സ്കോർ നേടാൻ താരത്തിനായില്ലെങ്കിലും 8 പന്തിൽ 22 റൺസാണ് സഞ്ജു അടിച്ചെടുത്തത്. 3 സിക്സും 1 4ഉം ഉൾപ്പെടെ താൻ ഫോം വീണ്ടെടുത്തുവെന്ന് തെളിയിക്കാൻ സഞ്ജുവിനാവുകയും ചെയ്തു. സഞ്ജുവിൻ്റെ നെറ്റ്സിലെ പ്രകടനം നോക്കുമ്പോൾ താരം ഫോം വീണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോശം ഫോമിലുള്ള അഭിഷേക് ശർമ്മയേക്കാൾ ഇപ്പോൾ സഞ്ജുവിനെ വിശ്വസിക്കാം. എന്തായാലും അന്തിമ തീരുമാനം പരിശീലകൻ ഗൗതം ഗംഭീറിൻ്റെതാണ്. എന്ത് തീരുമാനമാവും അദ്ദേഹം സ്വീകരിക്കുന്നത് കണ്ടറിയേണ്ട കാര്യവുമാണ്.